ബീഫ് വറുത്തരച്ച കറി. പണ്ടത്തെ കാലത്ത് നമ്മൾ ബീഫ് വറുത്തരച്ച കറി എന്നൊക്കെ പറയുന്നത് ഒരു ദിവസത്തെ പണിയാണ്. ഇത് നമുക്ക് വെറും 15 മിനിറ്റ് കൊണ്ട് എങ്ങനെ ബീഫ് വറുത്തരച്ച് വെക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീഫാണ്. അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, വിനാഗിരി, ഉപ്പ്, അല്പം വെളിച്ചെണ്ണ, ഇവയെല്ലാം തിരുമ്മി വെച്ചിരിക്കുന്ന ബീഫ്. പിന്നെ എടുത്തിരിക്കുന്നത് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടി ഒരു 1/2 സവോള ചെറുതായിട്ട് മുറിച്ചേക്കണം, 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു ഇതള് കറിവേപ്പില, പിന്നെ 1 സ്പൂൺ വലിയ ജീരകം, അതിന് പെരിഞ്ജീരകം എന്ന് പറയും, ഫെനൽ. ഇതാണ് പെരിഞ്ജീരകം. മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വറുത്തരച്ച് വയ്ക്കാൻ വേണ്ടി. പിന്നെ ഞാൻ താളിക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് ഒരു 1/2 സവോളയുടെ 1/2 സവോള ചെറുതായിട്ട് എടുത്തേക്കുന്നത്, 2 വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്, ഒരു ഇതള് കറിവേപ്പില. പിന്നെ നമുക്ക് മൂപ്പിക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മീറ്റ് മസാല, 1/2 സ്പൂൺ ഇഞ്ചിപ്പൊടി, 1/2 സ്പൂൺ വെളുത്തുള്ളിപ്പൊടി, 2 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും. ഞാനിവിടെ മുളക് പൊടി എടുത്തിട്ടില്ല, നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ മുളക് പൊടി ഉപയോഗിക്കാം. പിന്നെ തേങ്ങ 100 ഗ്രാം തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതായത് 1/2 കിലോ ഇറച്ചിക്ക് 100 ഗ്രാം, 1 കിലോയ്ക്ക് ഞാൻ സാധാരണ 200 ഗ്രാം തേങ്ങയാണ് എടുക്കുന്നത്. അതാണ് ഒരു തേങ്ങ അരപ്പിൻ്റെ ഒരു കണക്ക്. ഇനി നമുക്ക് ഈ ഉള്ളിയെല്ലാം ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലോണം വഴറ്റിയതിന് ശേഷം ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും, മീഡിയം ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് തേങ്ങയും നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് അരച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കണമെന്ന്. ഇപ്പോൾ നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയെല്ലാം അത്യാവശ്യം മൂത്തു. ഇനി അങ്ങോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇനി ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമ്മുടെ ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ കൂടെ ഈ പൊടികൾ ഇടണ്ട, തേങ്ങ ഒന്ന് മൂത്തതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുത്താൽ മതി. ആദ്യം തന്നെ പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ പൊടികൾ കരിഞ്ഞു പോകും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ തേങ്ങയും ഉള്ളിയെല്ലാം നല്ലോണം മൂത്തു. ഇനി നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ പൊടികളിടാം. പൊടികളിട്ട് നമുക്ക് ഈ ഇളക്കി കൊടുക്കാം. അതിൻ്റെ പൊടികളൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വറുത്തരയുടെ അരപ്പ് റെഡി ആയിരിക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സൂത്രപ്പണിയാണ് ഈ ഡിഷ്. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തയ്യാറാക്കാവുന്ന രീതിയിലാണ് ഞാൻ പാചകം ചെയ്യുന്നത്. ഞാനൊരു കുക്കർ വെച്ചു, കുക്കറിട്ട് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. അതിനുശേഷം നമ്മുടെ മൂപ്പിക്കാനുള്ള ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് മൂപ്പിച്ചു. അതിനുശേഷം നമ്മുടെ ബീഫ് എടുത്തിട്ടു. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കണ ഈ അരപ്പ് ഇങ്ങോട്ട് ഒഴിച്ച് അതിനുശേഷം കുക്കർ മൂടി വയ്ക്കുക. കുക്കർ മൂടി വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിലടിപ്പിക്കുക. അങ്ങനെ നമ്മുടെ ബീഫ് വറുത്തരച്ചത് റെഡി ആയിരിക്കുന്നു. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാണെങ്കിലും ഇതിൻ്റെ രുചിയിൽ നമ്മൾ യാതൊരുവിധ കോംപ്രമൈസും ചെയ്തിട്ടില്ല. ഇത് അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ 3 കള്ളപ്പവും ഒരു ഡബിൾ ഓംപ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മുടെ ബീഫ് വറുത്തരച്ചത് ഒരു പിടുത്തം പിടിക്കുക. ആ ഫ്രണ്ടിൽ ഒരു മൊയിൽ വന്നിരിപ്പുണ്ട്, അതാണ് ചേസ് കിടന്ന് കുരയ്ക്കുന്നത്. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി ബീഫ് വറുത്തരച്ചതാണ്.